ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. സംഖ്യാപുസ്തകം 27 അധ്യായം, അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാനതൊന്ന് വായിക്കട്ടെ. അനന്തരം യോസേഫിൻ്റെ മകനായ മനശ്ശയുടെ കുടുംബങ്ങളിൽ മനശ്ശയുടെ മകനായ മാഖീരിൻ്റെ മകനായ ഗിലെയാദിൻ്റെ മകനായ ഹേഫേരിൻ്റെ മകനായ സെലോഫഹാദിൻ്റെ പുത്രിമാർ അടുത്തു വന്നു. അവൻ്റെ പുത്രിമാർ മഹ്ള, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ മോശയുടെയും എലിയാസർ പുരോഹിതൻ്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. അവൻ സ്വന്തം പാപത്തിൽ അത്ര മരിച്ചത്. അവന് പുത്രന്മാരുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അപ്പന് മകനില്ലായക കൊണ്ട് അവൻ്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതാകുന്നത് എന്ത്? അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അവകാശം തരണം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. യഹോവ മോശയോട് അരുളി ചെയ്തത്, സെലോഫഹാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരു അവകാശം കൊടുക്കണം. അപ്പൻ്റെ അവകാശം അവർക്ക് കൊടുക്കണം. സെലോഫഹാദിന് പെൺമക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെൺമക്കൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതൊരു ശാപമായിട്ടാണ് ആളുകൾ കാണുന്നത്. ആൺമക്കളില്ലെങ്കിൽ അയ്യോ കഷ്ടം എന്ന് പറയും. ആൺമക്കളും പെൺമക്കളും ഒക്കെ വേണം. പക്ഷേ ചിലർക്ക് ദൈവം ആൺമക്കളെ കൊടുത്തിട്ടില്ല. അതിൽ ദുഃഖിക്കുവാനോ ശാപമാണെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. പെൺമക്കളും വേണം, ആൺമക്കളും വേണം. ഈ 5 പെൺമക്കളുടെ അപ്പൻ മരിച്ചുപോയി. ഈ പെൺമക്കൾ വളരെ ധൈര്യമുള്ളവരായിരുന്നു എന്ന് മാത്രമല്ല, പെൺമക്കൾ മാത്രമുള്ള ഒരേ ഒരു കുടുംബമേ ഇസ്രയേലിലുണ്ടായിരുന്നുള്ളൂ എന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കി. തീർച്ചയായിട്ടുമല്ല. പെൺമക്കൾ മാത്രമുള്ള മറ്റ് പല കുടുംബങ്ങളും ഇസ്രയേലിലുണ്ടായിരുന്നു. എന്നാൽ സെലോഫഹാദിൻ്റെ മക്കൾ മാത്രമേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇതുകൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുകയൊക്കെ ചെയ്തുള്ളൂ. അവർ പറഞ്ഞു, ഞങ്ങൾ പ്രായമായി കഴിഞ്ഞാൽ ഞങ്ങൾ വിവാഹം കഴിക്കും. വിവാഹം കഴിച്ചാൽ ഞങ്ങളുടെ ഗോത്രത്തിലല്ല ഞങ്ങൾ വിവാഹം കഴിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ അവകാശം ഇവിടെ ഇട്ടിട്ട് വേണം ഞങ്ങൾ പോകാൻ. അങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ പിതാവിൻ്റെ സ്വത്ത് ഞങ്ങൾക്ക് നഷ്ടമാകുമെന്ന് മാത്രമല്ല, ഞങ്ങളുടെ പിതാവിൻ്റെ പേരും നിലനിൽക്കുകയില്ല. ഈ പെൺകുട്ടികൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഭാവിയെക്കുറിച്ച് അവർ ചിന്തിച്ചു. ഇതൊരു നല്ല മാതൃകയാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോഴത്തെ കാര്യം എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് വെച്ചാണ് പലരും തീരുമാനം എടുക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കണം. അതാണ് ഇവർ ചെയ്തത്. ദൈവം ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്ത് ഞങ്ങൾ എത്തുമെന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ടാണല്ലോ ഈ അവകാശത്തെക്കുറിച്ച് കണക്ക് പറയുന്നത്. ദൈവം ഞങ്ങൾക്ക് ഈ വാഗ്ദത്ത ദേശം തരും. ആ ദേശത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ, ഞങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ഞങ്ങളുടെ പിതാവിൻ്റെ സ്വത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെടും എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ ദൈവവചനപ്രകാരം അവർ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു. അതൊരു വളരെ നല്ല മാതൃകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ പിതാവിൻ്റെ പേര് അവൻ്റെ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാകുമല്ലോ. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം സാധാരണ ആളുകൾ ഇപ്പോഴത്തെ കാര്യം എങ്ങനെയെങ്കിലും നടന്നാൽ മതി എന്ന് ചിന്തിക്കുമ്പോൾ ഈ പെൺകുട്ടികൾ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു. വിശ്വാസികളായ പലരും ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത് പാട്ട് പാടുമ്പോൾ മാത്രമാണ്. അത് ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് വാനിൽ വന്നിടാറായി എന്നൊക്കെ പാട്ട് പാടുകയല്ലാതെ ഭാവിയെക്കുറിച്ച് അവർ പ്രായോഗികമായി ചിന്തിക്കുന്നുണ്ടോ, ഗൗരവകരമായി ചിന്തിക്കുന്നുണ്ടോ? സംശയമാണ്. പലരും ഇപ്പോഴത്തെ കാര്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. പക്ഷേ ഇവർ അങ്ങനെയല്ലായിരുന്നു. ഇവർ അങ്ങനെ പോയി മോശയോട് സംസാരിച്ചതുകൊണ്ട് പല ഗുണങ്ങളുമുണ്ടായി. പക്ഷേ അതിനു മുമ്പ് ഞാൻ മോശയുടെ പ്രതികരണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 5-ാം വാക്യത്തിൽ മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. മോശയ്ക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, ന്യായപ്രമാണം മുഴുവൻ ഞാനാണ് പറഞ്ഞു തന്നത്, എനിക്ക് 10-80 വയസ്സായി, ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്, പോരാഞ്ഞിട്ട് മിസ്രൈമിലുള്ള കാര്യങ്ങൾ മുഴുവൻ ഞാൻ പഠിച്ചിട്ടുമുണ്ട്, അപ്പം ഞാനൊരു അഭിപ്രായം പറയാമെന്ന് മോശ പറഞ്ഞില്ല.
മോശ പറഞ്ഞു, ഞാൻ ദൈവത്തോട് ചോദിക്കാം, ദൈവം മുമ്പാകെ വെച്ചിട്ട് ദൈവം പറയുന്നത് നിങ്ങളോട് പറയാം. ഈ പെൺകുട്ടികളോടാണ് മോശ ഇത് പറഞ്ഞത്. ഒരു ഉപദേശം മോശ കൊടുത്തില്ല. ദൈവം അത് കേട്ടിട്ട് മോശയോട് പറയുകയാണ്, സെലഫാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ, അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്കൊരു അവകാശം കൊടുക്കണം. അപ്പോൾ ഈ പ്രശ്നം അവർ മോശയുടെ മുമ്പാകെ, ദൈവദാസൻ്റെയും സമാഗമന കൂടാരത്തിൻ്റെയും മുമ്പാകെ അവർ കൊണ്ടുവരുവാനുള്ള ധൈര്യം കാണിച്ചതുകൊണ്ട് അവർക്ക് ഗുണമുണ്ടായി. അത് നമ്മൾ പിന്നീട് സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അതിലും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അവർ ഈ പ്രശ്നം ദൈവം മുമ്പാകെ കൊണ്ടുവന്നതുകൊണ്ട് ഇസ്രയേലിലുള്ള ഒട്ടനവധി ആളുകൾക്ക് പ്രയോജനമുണ്ടായി. കാരണം ഇവിടെ ദൈവം കൊടുത്ത നിയമം പെൺമക്കൾ മാത്രമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള നിയമമായിരുന്നില്ല. പെൺമക്കൾ മാത്രമേ ഉള്ളെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി പെൺമക്കളും ഇല്ല ആൺമക്കളും ഇല്ലാത്ത ആളുകളുടെ കാര്യം അതും പറഞ്ഞിട്ടുണ്ട്. ഇനി അപ്പന് സഹോദരന്മാരില്ല, എനിക്ക് മക്കളില്ല, എനിക്ക് സഹോദരന്മാരുമില്ല, അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം? ഇതിനെല്ലാമുള്ള പരിഹാരം ദൈവം ഈ അവസരത്തിൽ മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് നൽകുകയാണ്. അപ്പോൾ നമ്മുടെ പ്രശ്നം അത് ദൈവസന്നിധിയിൽ പറഞ്ഞാൽ അത് നമ്മുടെ മാത്രം പ്രശ്നത്തിൻ്റെ പരിഹാരമായിരിക്കുകയല്ല, മറിച്ച് ഈ പ്രശ്നമുള്ള അനേകർക്ക് അതൊരു പരിഹാരമായി തീരും. അതേസമയം ഈ പെൺകുട്ടികൾ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാതിരുന്നിരുന്നെങ്കിലോ അവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്ത് സംഭവിക്കാമായിരുന്നു. എന്നാൽ അവർ അത് മോശയുടെ മുമ്പാകെ ദൈവസന്നിധിയിൽ കൊണ്ടുവന്നതുകൊണ്ട്, മാത്രമല്ല മോശ ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചതുകൊണ്ട്, സമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വലിയ പ്രശ്നത്തിൽ നിന്നും ഉള്ള പരിഹാരം ദൈവം മോശയിലൂടെ നൽകി. ഇനി നമുക്ക് വീണ്ടും ആദ്യം പറഞ്ഞ പെൺകുട്ടികളെക്കുറിച്ച് ഉള്ള കാര്യം ഒന്നുകൂടി ശ്രദ്ധിക്കാം. കൃഷി ചെയ്ത് ജീവിക്കുന്ന സമൂഹത്തിൽ കൃഷിപ്പണി ചെയ്യുന്നത് പുരുഷന്മാരായിരിക്കും. അതുകൊണ്ട് സ്ഥലം ആൺകുട്ടികൾക്ക് കൊടുക്കണം എന്നതായിരുന്നു ഈ സ്ഥലം വീതം വെച്ചതിൽ നിയമത്തിൻ്റെ പുറകിലുള്ള പ്രധാന തത്വം. അതുകൊണ്ടാണ് പെൺകുട്ടികളെ വിവാഹം കഴിച്ച് അയക്കുമ്പോൾ അവരുടെ ഭർത്താവിൻ്റെ വീട്ടിലുള്ള സ്വത്ത് അല്ലെങ്കിൽ ആ ഭൂമിയിലാണ് അവർ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥലം അവർക്ക് അങ്ങനെയാണ്. ഒരാൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ സ്ഥലം കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ആൺമക്കളില്ലാതെ ഒരാൾ മരിച്ചാൽ അയാളുടെ സ്ഥലത്തിന് എന്ത് സംഭവിക്കും? ഈ പെൺകുട്ടികൾ വേറെ ഏതെങ്കിലും ഒരു ഗോത്രത്തിലേക്ക് വിവാഹം കഴിച്ചു പോയാൽ ഈ സ്ഥലം ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ഇതൊക്കെയായിരുന്നു പ്രശ്നം. ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കാം പെൺകുട്ടികളെ വില കുറഞ്ഞവരായി ആളുകൾ കണ്ടിരുന്നത്. യഹൂദന്മാരുടെ ഇടയിൽ ഒരു സ്ത്രീയായി ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് വില കുറഞ്ഞൊരു ഏർപ്പാടാണ്. എന്തിന് യഹൂദന്മാരുടെ കാര്യം പറയുന്നു? നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇടയിൽ, വിശ്വാസികളുടെ ഇടയിൽ തന്നെ പെൺകുട്ടികൾക്ക് ആൺകുട്ടികളുടെ അത്രയും വിലയില്ല. അത് ഒരു കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം. ഓ പെണ്ണാ സഹോദര, ഓ പെണ്ണാ സിസ്റ്ററെ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ദൈവം ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ കൊടുത്താൽ അതിലെന്തിനാണ് ഇത്ര വിഷാദിക്കുന്നത്? ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യമുണ്ട്. പ്രായമുള്ള ആളുകളെ, മാതാപിതാക്കളെ നോക്കുന്നത് മിക്കവാറും അവരുടെ പെൺമക്കളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺമക്കളായിരിക്കും. മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ നോക്കുന്നത് പെൺകുട്ടികളാണ്. എങ്കിലും ഒരു പെൺകുട്ടി ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾ എന്തിനാണ് ദുഃഖിക്കുന്നത്? സന്തോഷിക്കുകയല്ലേ വേണ്ടത്? നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾക്ക്, വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ മാതൃകയായിരിക്കണം. പെൺകുഞ്ഞുങ്ങൾ ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളാണ്. അവരെ നമ്മൾ നന്ദിയോടുകൂടി സ്വീകരിക്കണമെന്ന് മാത്രമല്ല, അവരെ ദൈവത്തിന് വേണ്ടി വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് ഇടയാകണം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.